എല്ലാവർക്കും വൈസ് അക്കാഡമിയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കോർഡിനേറ്റ് ജിയോമെട്രിയാണ്. കോർഡിനേറ്റ് ജിയോമെട്രിക്ക് തന്നെ 2 ഡയമെൻഷണൽ ജിയോമെട്രിയാണ്. ഇതിനകത്തുള്ള ഡിസ്റ്റൻസ് ഫോർമുല എന്താണ് നമുക്ക് നോക്കാം. ഡിസ്റ്റൻസ് ഫോർമുല നമ്മളൊരു കോർഡിനേറ്റ് വരയ്ക്കുന്നു. കോർഡിനേറ്റ് വരയ്ക്കുന്നത് എങ്ങനെയാണ്? ഇതെന്ന് പറയുന്നത് എക്സ് ആക്സിസ്, ഇത് വൈ ആക്സിസ്, അങ്ങോട്ട് പോസിറ്റീവ് വാല്യൂസ് 1 2 3 4 എക്സെട്ര. ഇവിടെ വൈയുടെ പോസിറ്റീവ് വാല്യൂസ് 1 2 3 എക്സെട്ര. ഇവിടെ വൈയുടെ നെഗറ്റീവ് വാല്യൂസ് -1 -2 -3. ഇവിടെ എക്സിൻ്റെ നെഗറ്റീവ് വാല്യൂസ് -1 -2 എക്സെട്ര. നമ്മൾ 2 പോയിന്റ്സ് തരുന്നു, 2 3 3 4. നമ്മൾ ഇതിനകത്ത് എങ്ങനെ ജോയിൻ ചെയ്യുന്നത്? 2 എക്സിൻ്റെ 2, എക്സിൻ്റെ അടുത്തുനിന്ന് 2 നേരെ വരയ്ക്കും, വൈയുടെ അടുത്തുനിന്ന് 3. അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടും അല്ലേ, 2 3. മറ്റൊരു പോയിന്റ് 3ഉം 4ഉം, ഇവിടുന്ന് 3 മുകളിലോട്ട് വരയ്ക്കുന്ന 4, ഇവിടെ ആയിരിക്കും 3 4. ഈ 2 പോയിന്റ്സും തമ്മിലുള്ള ഡിസ്റ്റൻസ് കാണാൻ പറഞ്ഞാൽ അതിനുള്ള ഇക്വേഷനാണ്. നമ്മളിപ്പോൾ പി എന്ന് പറയുന്ന ഒരു പോയിന്റ് തരുന്നു, x1 y1. പി എന്ന് പറയുന്ന ഒരു പോയിന്റാണ് x1 y1. ക്യൂ എന്ന് പറയുന്ന ഒരു പോയിന്റ് x2 y2 തന്നിരുന്നാൽ ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് കാണുന്നതിനുള്ള ഫോർമുലയാണ് പി ക്യൂ ഈക്വൽ ടു √x2 - x1 ദി ഹോൾ സ്ക്വയർ പ്ലസ് y2 - y1 ദി ഹോൾ സ്ക്വയർ. അപ്പോൾ നമുക്ക് 2 പോയിന്റ്സ് തന്നിരിക്കും, പി x1 y1 ക്യൂ x2 y2 എന്നും. അത് തമ്മിലുള്ള ഡിസ്റ്റൻസ് കാണാൻ പറഞ്ഞാൽ എങ്ങനെ കാണുന്നത്? പി ക്യൂ ഈക്വൽ ടു √x2 - x1 ദി ഹോൾ സ്ക്വയർ പ്ലസ് y2 - y1 ദി ഹോൾ സ്ക്വയർ. ദെൻ നെക്സ്റ്റ് നമ്മളൊരു ലൈൻ വരയ്ക്കുന്നു. എന്ന് പറഞ്ഞാൽ x1 y1, ഇത് x2 y2. x1 y1 എന്നും x2 y2 എന്ന് പറയുന്ന 2 പോയിന്റ്സ് തരും. ഇതിനെ m/n എന്ന റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യുമ്പോഴുള്ള കിട്ടുന്ന പോയിന്റ് ഏതാണ് നമ്മൾ കണ്ടുപിടിക്കണം. ഏത് റേഷ്യോയിലാണ്? m/n എന്ന റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യുമ്പോൾ ഇതിനകത്തുള്ള ഏതോ ഒരു പോയിന്റാണ് അത് തന്നിരിക്കുന്നത് വെച്ചാൽ m/n എന്ന റേഷ്യോയിലാണ് ഇത് ഡിവൈഡ് ചെയ്യുന്നത്. ആ കിട്ടുന്ന പോയിന്റ് നമുക്ക് കണ്ടുപിടിക്കാം. എങ്ങനെയാണ്? mx2 + nx1 ഡിവൈഡഡ് ബൈ m+n, പിന്നെ my2 പ്ലസ് ny1 ഡിവൈഡഡ് ബൈ m+n. ഇതെന്ന് പറയുന്നത് നമ്മളൊരു കോർഡിനേറ്റിനകത്തുള്ളൊരു പോയിന്റാണ്. ഒരു പോയിന്റ് തന്നിരിക്കും. ഇതെന്ന് പറയുന്നത് x1 y1 ഉം x2 y2 ആണ് തന്നിരിക്കുന്ന. ഇതിനിടയ്ക്കുള്ള ഏതോ ഒരു പോയിന്റ് നമുക്ക് കണ്ടുപിടിക്കണം. പിന്നെ ഒരു ഹിന്റ് തന്നിരിക്കുന്നത് വെച്ചാൽ ഇത് ഞാൻ ഡിവൈഡ് ചെയ്യുന്ന m/n എന്ന റേഷ്യോയിലാണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ അതിന് കാണാനുള്ള ഇക്വേഷനാണ് mx2 + nx1 ഡിവൈഡഡ് ബൈ m+n, my2 + ny1 ഡിവൈഡഡ് ബൈ m+n. അപ്പം നമുക്ക് പോയിന്റ് എന്ന് പറയുന്നത് 2 3ഉം 3 4 എന്ന് പറയുന്ന 2 പോയിന്റ് തന്നിട്ടുണ്ട്. എന്നിട്ട് പറഞ്ഞിട്ടുണ്ട് ഇത് ഡിവൈഡ് ചെയ്യുന്നത് 1:2 എന്ന റേഷ്യോയിലാണ് ഡിവൈഡ് ചെയ്യുന്നത്. നമുക്ക് ഇടയ്ക്കുള്ള പോയിന്റ് 1:2 എന്നുള്ള റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യുമ്പോഴുള്ള ആ ടേം നമുക്ക് കണ്ടുപിടിക്കണം. നമുക്ക് നോക്കാം. ഇവിടെ x1 y1 2 3 x1 y1 3 4 x2 y2 ആണ്. m = 1, n = 2. mx2 + nx1 ഡിവൈഡ് ബൈ m+n കാണാം. mx2 + nx1 ഡിവൈഡഡ് ബൈ m+n ഉം my2 + ny1 ഡിവൈഡഡ് ബൈ m+n. ഇവിടെ m എന്ന് പറയുന്നത് 1 ആണല്ലേ. 1 × x2 എന്ന് പറയുന്നത് 3. mx2 + nx1 2 × 2 4 + 4 ഡിവൈഡഡ് ബൈ m+n 1 + 2 3. my2 + ny1, mൻ്റെ വാല്യൂ 1, my2 3, 1 × 4 4 4 + ny1 2 × 3 6 ഡിവൈഡഡ് ബൈ m+n 3. എന്ന് പറയുന്നത്
3 plus 4 7/3, 4 plus 6 10/3. നമുക്ക് 7/3 എങ്ങനെ എഴുതാം? വേണമെങ്കിൽ ഡിവൈഡ് ചെയ്ത് പോയിന്റുകളുടെ സംഖ്യ ആയിട്ട് എഴുതാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഇടയ്ക്ക് വരുന്ന വാല്യൂ എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഇപ്പം പറഞ്ഞല്ലോ, രണ്ട് പോയിന്റ്സ് x1 y1 x2 y2. ഇതിനെ m/n എന്നുള്ള റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യുമ്പോൾ നമ്മൾ രണ്ട് ഇക്വേഷൻ പഠിച്ച് m/n എന്നുള്ള റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന പോയിന്റ്സ് ആണ് mx2 പ്ലസ് nx1. ഇത് തിരിഞ്ഞു പോകരുത് കേട്ടോ, mx1 എന്ന് എഴുതി വെക്കരുത്. mx2 പ്ലസ് nx1 ഡിവൈഡഡ് ബൈ m+n. അതുപോലെ തന്നെ my2 പ്ലസ് ny1 ഡിവൈഡഡ് ബൈ m+n. ഇവിടെ ഈക്വലായിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നതെങ്കിൽ, ഇവിടെ ഇതിൻ്റെ സെൻട്രൽ ഭാഗം കിട്ടണമെങ്കിൽ നമുക്ക് ഈക്വലായിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നതെങ്കിൽ m/n എന്ന് പറയുന്ന റേഷ്യോ എത്രയായിരിക്കും? 1:1 ആയിരിക്കും അല്ലേ? 1:1 ആണ്. അപ്പോൾ നമുക്ക് ആ 1:1 ഇതിനകത്ത് ഇട്ട് കൊടുക്കുമ്പോൾ എമ്മിൻ്റെ സ്ഥാനത്ത് എൻ്റെ സ്ഥാനത്ത് 1 എന്ന വാല്യൂ ഇട്ട് കൊടുക്കുമ്പോൾ എന്തോ കിട്ടും? m 1 × x2 x2 പ്ലസ് n × x1 x1 ഡിവൈഡഡ് ബൈ m+n എന്ന് പറയുന്ന 1 + 1 2 എന്ന് കിട്ടും. അതുപോലെ തന്നെ my2 എന്ന് പറയുന്നത് 1 × y2 y2 പ്ലസ് 1 × y1 y1 ഡിവൈഡ് ബൈ 1 + 1 എന്ന് പറയുന്നത് 2 എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ ഈക്വലായിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ ഇക്വേഷൻ എങ്ങനെയായിട്ട് വരും? x2 പ്ലസ് x1 ഡിവൈഡഡ് ബൈ 2 y2 പ്ലസ് y1 ഡിവൈഡഡ് ബൈ 2 ആയിരിക്കും. നെക്സ്റ്റ് നമുക്ക് കാണിച്ച ഏരിയ ഓഫ് ട്രയാങ്കിൾ. നമുക്ക് 3 പോയിന്റ്സ് തന്നിരിക്കും, x1 y1 x2 y2 x3 y3. അങ്ങനെയാണെങ്കിൽ ഏരിയ ഓഫ് ട്രയാങ്കിൾ എങ്ങനെ കാണാവുന്നുള്ളത്? എങ്ങനെയാണ് ഏരിയ ഓഫ് ട്രയാങ്കിൾ കാണുന്ന? ഏരിയ ഓഫ് ട്രയാങ്കിൾ ഈക്വൽ ടു മോഡുലസ്, കാരണം ഏരിയ ഓഫ് ട്രയാങ്കിൾ ഒരിക്കലും നെഗറ്റീവ് ആവത്തില്ല അല്ലേ? അപ്പോൾ നമുക്ക് മോഡുലസ് ഇടാം. x1 × y2 മൈനസ് y3 എഴുതാൻ പറ്റൂല. x1 × മോഡുലസ് x1 × y2 മൈനസ് y3 പ്ലസ് x2 × y3 മൈനസ് y1 പ്ലസ് x3 × എന്തായിരിക്കും? y1 മൈനസ് y2. നോക്കി, ഇതെല്ലാവരും 1 2 3 എന്നുള്ള ഒരു ഇതിലാണ് പോകുന്നത് അല്ലേ? ഇവിടെ അടുത്ത് 2 3 1 3 1 2. അപ്പോൾ ഏരിയ ഓഫ് ട്രയാങ്കിൾ എന്ന് പറയുന്നത് എന്താണ്? ഏരിയ ഓഫ് ട്രയാങ്കിൾ ഈക്വൽ ടു x1 മോഡുലസ് x1 × y2 മൈനസ് y3 പ്ലസ് x2 × y3 മൈനസ് y1 പ്ലസ് x3 × y1 മൈനസ് y2. നമുക്ക് 3 പോയിന്റ്സ് തന്നിരിക്കും. അതിൻ്റെ ഏരിയ ഓഫ് ട്രയാങ്കിൾ കാണാനുള്ള ഫോർമുലയാണ് x1 × y2 മൈനസ് y3 പ്ലസ് x2 × y3 മൈനസ് y1 പ്ലസ് x3 × y1 മൈനസ് y2 കണ്ടാൽ മതി. ഇനി ഈ 3 പോയിന്റ്സ് തന്നിട്ട് നമുക്കിപ്പോൾ 3 പോയിന്റ്സ് തന്നിരിക്കും, x1 y1 x2 y2 x3 y3 എന്നുള്ള 3 പോയിന്റ്സ് നമുക്ക് തന്നിരിക്കും. x2 y2 x3 y3. നമ്മളിപ്പോൾ അതിൻ്റെ ഏരിയ കാണുമ്പോൾ, എന്നിട്ട് അതിൻ്റെ ഏരിയ കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ 0 വന്നാൽ, ഈ ഏരിയ കാണുമ്പോൾ 0 വന്നാൽ നമുക്ക് പറയാം ഇത് കോളിനിയർ ആണെന്ന് പറയാം. എന്താണ് കോളിനിയർ എന്ന് വെച്ചാൽ ഇതൊരു ട്രയാങ്കിൾ ഫോം ചെയ്യുന്നില്ല. പിന്നെ ഇതൊരു സ്ട്രൈറ്റ് ലൈൻ ആയിരിക്കും. ഈ പോയിന്റ് എന്ന് പറയുന്നത് ഇങ്ങനെ ആയിരിക്കും വരുന്നത്, x1 y1 x2 y2 x3 y3. അപ്പോൾ 3 പോയിന്റ്സ് എന്നിട്ട് അത് കോളിനിയർ ആണോ എന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്യണം? ഏരിയ ഓഫ് ട്രയാങ്കിൾ കാണണം. ഏരിയ കാണുമ്പോൾ 0 കിട്ടുന്നുണ്ടെങ്കിൽ അത് കോളിനിയർ ആണ്. അതിനെ കോളിനിയർ ആണെന്ന് കാണാം. വേറൊന്നുണ്ട്, സ്ലോപ്പ് ഓഫ് എ ബി ഈക്വൽ ടു സ്ലോപ്പ് ഓഫ് ബി സി ആണോ നോക്കണം. അത് സ്ലോപ്പ് എന്താണെന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞുതരാം. നെക്സ്റ്റ് സ്ലോപ്പ് ഓഫ് എ ലൈൻ. എന്താണ് സ്ലോപ്പ് എന്ന് പറയുന്നത്? നമ്മളൊരു കോർഡിനേറ്റ് വരയ്ക്കുന്നു, നമ്മളൊരു ലൈൻ വരയ്ക്കുന്നു. ഈ ഒരു ചരിവിനെ പറയുന്ന പേരാണ് സ്ലോപ്പ് ഓഫ് എ ലൈൻ എന്ന്. സ്ലോപ്പ് ഓഫ് എ ലൈൻ കണ്ടുപിടിക്കുന്നത് വെച്ചാൽ ഈ ഒരു ആംഗിളില്ലേ, ഈ ആംഗിളിൻ്റെ ടാൻ കാണണം. അപ്പോൾ ടാൻ തീറ്റ ഈക്വൽ ടു എം. അതാണ് സ്ലോപ്പ് ഓഫ് എ ലൈൻ ഇക്വേഷൻ എന്ന് വെച്ചാൽ ടാൻ തീറ്റ ഈക്വൽ ടു എം. ഇനി ഈ ലൈൻ എന്ന് പറയുന്നത് എക്സ് ആക്സിൽ പാരലൽ ആണെങ്കിൽ ആംഗിൾ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 0 ഡിഗ്രി ആയിരിക്കും അല്ലേ? അപ്പം പാരലൽ ആണെങ്കിൽ ഈ പാരലൽ
ആംഗിൾ ഈക്വൽ ടു 0 ഡിഗ്രി. ആംഗിൾ എന്ന് പറയുന്നത് 0 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ടാൻ 0 എന്ന് പറയുന്നത് എത്രയാണ്? ടാൻ 0 ഈക്വൽ ടു 0 ആണ് അല്ലേ. അപ്പോൾ സ്ലോപ്പ് എന്ന് പറയുന്നത് എത്രയെന്ന് കിട്ടും? സ്ലോപ്പ് എം ഈക്വൽ ടു 0. ഇനി പെർപെൻഡിക്കുലർ ആണെങ്കിലോ? പെർപെൻഡിക്കുലർ ആണെങ്കിൽ ഇതിൻ്റെ ഡിഗ്രി എന്ന് പറയുന്നത് 90 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ടാൻ 90 കാണാം. ഇഫ് പെർപെൻഡിക്കുലർ ആണെങ്കിൽ ആംഗിൾ 90 ഡിഗ്രി, അങ്ങനെയാണെങ്കിൽ ടാൻ 90 എന്ന് സ്ലോപ്പ് എം ഈക്വൽ ടു ടാൻ 90. ടാൻ 90 ഡിഗ്രി എന്താണ്? നോട്ട് ഡിഫൈൻഡ് ആണ് അല്ലേ. അപ്പോൾ സ്ലോപ്പ് ഓഫ് എ പെർപെൻഡിക്കുലർ ലൈൻ ഈസ് നോട്ട് ഡിഫൈൻഡ്. അപ്പോൾ അത് ഓർത്ത് വെച്ചിരിക്കുക. സ്ലോപ്പ് ഓഫ് എ ലൈൻ എന്ന് പറയുന്നത് എം ഈക്വൽ ടു ടാൻ തീറ്റയാണ്. ഇത് പാരലൽ ആണെങ്കിൽ, ആംഗിൾ പാരലൽ ആണെന്ന് തന്നിരിക്കുകയാണെങ്കിൽ സ്ലോപ്പ് എന്തായിരിക്കും? സ്ലോപ്പ് എപ്പോഴും 0 ആയിരിക്കും. ഇനി പെർപെൻഡിക്കുലർ ആണെങ്കിലോ? പെർപെൻഡിക്കുലർ ആണെങ്കിൽ സ്ലോപ്പ് ഓഫ് എ പെർപെൻഡിക്കുലർ ലൈൻ ഈസ് നോട്ട് ഡിഫൈൻഡ്. ഇനി ഇതിൻ്റെ ആംഗിൾ തന്നിട്ടില്ല, 2 പോയിന്റ്സ് തന്നിട്ടുണ്ടെങ്കിൽ സ്ലോപ്പ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഇവിടെ നമുക്ക് ആംഗിൾ ഒന്നും തന്നിട്ടില്ല. 2 പോയിന്റ്സ് തരുവാണ്. x1 y1ഉം x2 y2 എന്നുള്ള 2 പോയിന്റ്സ് തരുന്നു. എന്നിട്ട് ഇതിൻ്റെ സ്ലോപ്പ് കാണാൻ പറഞ്ഞാലുള്ള ഇക്വേഷനാണ് എം ഈക്വൽ ടു y2 മൈനസ് y1 ഡിവൈഡഡ് ബൈ x2 മൈനസ് x1. ആംഗിൾ തരാതെ 2 പോയിന്റ്സ് തന്നിട്ട് സ്ലോപ്പ് കാണാൻ പറഞ്ഞാൽ സ്ലോപ്പ് എം ഈക്വൽ ടു y2 മൈനസ് y1 ഡിവൈഡഡ് ബൈ x2 മൈനസ് x1. ഇനി 2 ലൈനും പാരലൽ ആണെങ്കിൽ, ഇവിടെ 2 ലൈനും പാരലൽ ആണെങ്കിൽ ആ സ്ലോപ്പ് എന്ന് പറയുന്നത് m1 ഈക്വൽ ടു m2 ആയിരിക്കും. അപ്പോൾ ഒന്നാമത്തെ സ്ലോപ്പ് m1 എന്നും രണ്ടാമത്തെ സ്ലോപ്പ് m2 എന്നും എടുത്തു കഴിഞ്ഞാൽ ഈ m1 ഈക്വൽ ടു m2 ആയിരിക്കും പാരലൽ ആണെങ്കിൽ. ഇഫ് പാരലൽ m1 ഈക്വൽ ടു m2 ആയിരിക്കും. ഇനി പെർപെൻഡിക്കുലർ ആണെങ്കിലോ? ഇഫ് പെർപെൻഡിക്കുലർ m1 ഇൻറ്റു m2 ഈക്വൽ ടു m1 m2 ഈക്വൽ ടു -1 ആയിരിക്കും. ഇതൊന്ന് ഓർത്ത് വെച്ചിരിക്കുക. സ്ലോപ്പ് m എന്ന് പറയുന്നത് y2 മൈനസ് y1 ഡിവൈഡഡ് ബൈ x2 മൈനസ് x1 ആണ്. ഇനി തന്നിട്ട് പറയുകയാണ് പാരലലിനോടാണെന്ന് പറയുകയാണെങ്കിൽ, സ്ലോപ്പ് പാരലൽ ആണെന്ന് പറയുകയാണെങ്കിൽ സ്ലോപ്പ് ഓഫ് m1 എന്ന് സ്ലോപ്പ് ഓഫ് ഫസ്റ്റ് ഇതെന്ന് പറയുന്നതും സ്ലോപ്പ് ഓഫ് m2 എന്ന് പറയുന്നത് ഈക്വൽ ആയിരിക്കും. ഇഫ് പെർപെൻഡിക്കുലർ ആണെന്ന് പറയുകയാണെങ്കിൽ m1ഉം m1 ഇൻറ്റു m2 എന്ന് പറയുന്നത് എന്തായിരിക്കും? -1 ആയിരിക്കും. അതുപോലെ ഇനി നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, കൊളിനിയാരിറ്റിയെ കുറിച്ച് പറഞ്ഞിരുന്നില്ലേ? എങ്ങനെയാ 3 പോയിന്റ്സ് തന്നിട്ട് കൊളിനിയർ ആണോ എന്നറിയാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഏരിയ കാണുമ്പോൾ 0 കിട്ടിയാൽ അത് കൊളിനിയർ ആണ്. അല്ലെന്നുണ്ടെങ്കിൽ സ്ലോപ്പ് ഓഫ് 3 പോയിന്റ്സ് തരുന്ന, അപ്പം എ ബി സി. അപ്പോൾ ഈ സ്ലോപ്പ് ഓഫ് എ ബി ഈക്വൽ സ്ലോപ്പ് ഓഫ് ബി സി ആണെങ്കിലും അതെന്തായിരിക്കും? കൊളിനിയർ പോയിന്റ്സ് ആയിരിക്കും. ചിലത് സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. സ്ലോപ്പ് ഓഫ് എ ബി ഈക്വൽ ടു സ്ലോപ്പ് ഓഫ് ബി സി ആണെങ്കിൽ. അപ്പോൾ കൊളിനിയർ ആണെന്ന് നോക്കാൻ വേണ്ടിയിട്ട് 2 ഫോർമുലയുണ്ട്. 3 പോയിന്റ്സ് തന്നിട്ട് കൊളിനിയർ ആണോ എന്നറിയാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ്? അതിൻ്റെ ഏരിയ കാണുമ്പോൾ 0 കിട്ടുവാണെങ്കിൽ അത് കൊളിനിയർ ആണ്. അതുപോലെ തന്നെ സ്ലോപ്പ് ഓഫ് എ ബി ഈക്വൽ ടു സ്ലോപ്പ് ഓഫ് ബി സി, ആ ഒരു രീതിയിൽ നമുക്ക് കാണാം. സ്ലോപ്പ് ഓഫ് ബി സി തുല്യമാണെങ്കിലും എന്തായിരിക്കും? കൊളിനിയർ ആയിരിക്കും. നമ്മളിത് എന്തൊക്കെ കാര്യങ്ങൾ പഠിച്ചു? നമ്മൾ ഡിസ്റ്റൻസ് ഫോർമുല പഠിച്ചു. പിന്നെന്താണ്? 2 പോയിന്റ്സ് തന്നിട്ട് m/n എന്നുള്ള റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യുമ്പോഴുള്ള പോയിന്റ്സ് കാണുവാൻ പഠിച്ചു. പിന്നെ ഏരിയ ഓഫ് ട്രയാങ്കിൾ പഠിച്ചു. കൊളിനിയാരിറ്റി എന്താണെന്ന് പഠിച്ചു. പിന്നെന്താണ്? സ്ലോപ്പ് ഓഫ് എ ലൈൻ പഠിച്ചു. അപ്പോൾ എല്ലാവരും ഇതൊത്തിരി നന്നായിട്ട് പഠിച്ചു വെക്കുക. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഇതിൻ്റെ പ്രോബ്ലം ചെയ്യാം. നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ നിന്നുള്ള 2 പ്രോബ്ലമാണ്. വാട്ട് ഈസ് ദി റിമൈൻഡർ വെൻ ദി പോളിനോമിയൽ 4x³ പ്ലസ് 2x² പ്ലസ് x പ്ലസ് 1/2 ഈസ് ഡിവൈഡഡ് ബൈ 2x മൈനസ് 1. ഈ പോളിനോമിയലിനെ 2x മൈനസ് 1 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ എന്താണെന്ന് കണ്ടുപിടിക്കണം. ഓപ്ഷൻ എ 15, ഓപ്ഷൻ ബി 2, ഓപ്ഷൻ സി 0, ഓപ്ഷൻ ഡി 4. ഇത് നിങ്ങൾ ചെയ്ത് നോക്കണം കേട്ടോ. ചെയ്ത് നോക്കിയിട്ട് കിട്ടിയില്ലെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, ചെയ്ത് കാണിക്കാം. തന്നെ ഇത് ചെയ്ത് നോക്കണം. ഇതെന്ന് പി ഓഫ് എക്സ് തന്നിട്ടുണ്ട്, ഡിവൈഡഡ് ബൈ 2x മൈനസ് 1 എന്നല്ലേ. അപ്പോൾ എന്തോ കാണണം ഇതിൻ്റെ? 2x മൈനസ് 1 ആകുമ്പം x ഈക്വൽ ടു എന്തായിരിക്കും? 1/2 ആയിരിക്കും. അപ്പോൾ പി ഓഫ് 1/2 കാണണം. പി ഓഫ് 1/2 കാണുമ്പോൾ കിട്ടുന്നതാണ് ഇതിൻ്റെ റിമൈൻഡർ എന്ന് പറയുന്നത്.
The next question, which of the following is a factor of 3x cube minus 4x square minus 6x plus 7? ഇതിൻ്റെ ഫാക്ടർ, ഇതിനകത്തെ ഫാക്ടർ ഈ തന്നിരിക്കുന്നതിനകത്ത് നിന്ന് ഏതാണെന്ന് ചെക്ക് ചെയ്യണം. എങ്ങനെ കാണുന്നത് ഫാക്ടർ ഏതാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? പി ഓഫ് എക്സ് പ്ലസ് 1 ആണോ എന്ന് അറിയാൻ വേണ്ടി പി ഓഫ് -1 ചെയ്ത് നോക്കണം. 0 കിട്ടുന്നുണ്ടെങ്കിൽ എക്സ് പ്ലസ് 1 ഇതിൻ്റെ ഫാക്ടറാണ്. ഇനി ഇവിടെ പി ഓഫ് -2 ചെയ്ത് നോക്കുമ്പോൾ 0 കിട്ടുന്നുണ്ടെങ്കിൽ എക്സ് പ്ലസ് 2 എന്ന് പറയുന്നത് ഇതിൻ്റെ ഫാക്ടറാണ്. അതുപോലെ ഇതൊരൊന്ന് ചെയ്ത് നോക്കണം. എന്നിട്ട് ഫാക്ടർ ഏതാണെന്ന് കണ്ടുപിടിക്കണം. The next question is another form of f of x equal to minus 2x square minus 12x minus 20 is option A 2 of x square plus 6x plus 10, option B minus 2 of x plus 3 the whole square, option C എന്ന് പറയുന്നത് 2 into x plus 3 the whole square minus 2, option D 2 into x plus 3 the whole square plus 2. ഈ ഒരു പോളിനോമിയലിൻ്റെ അനദർ ഫോം ഇതിനകത്ത് നിന്ന് ഏതാണെന്ന് നോക്കി കണ്ടുപിടിക്കണം. The next question, find quotient and remainder when 2x raised to 4 minus x cube minus 3x square plus 7x minus 13 is divided by x square minus 4. ഈ പോളിനോമിയലിനെ x square minus 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴുള്ള ക്വോഷ്യൻറ്റും കണ്ടുപിടിക്കണം, റിമൈൻഡറും കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മളിത് സാധാരണ നമ്മൾ ചെയ്യുന്നത് പോലെ എഴുതി ഡിവൈഡ് ചെയ്ത് നോക്കണം. എന്താണെന്ന് വെച്ചാൽ ക്വോഷ്യൻറ്റും റിമൈൻഡർ മാത്രമാണ് ചോദിച്ചിരിക്കുന്നത്, അല്ല ക്വോഷ്യൻറ്റും കൂടെ ചോദിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ക്വോഷ്യൻറ്റ് കിട്ടുന്നതെന്ന് വെച്ചാൽ 2x square minus x plus 5 എന്ന് കിട്ടും. അതുപോലെ തന്നെ റിമൈൻഡർ 3x plus 7 ആയിരിക്കും. അപ്പോൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കുക. ചെയ്തിട്ട് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. ഓക്കെ, താങ്ക് യു.